من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും പടച്ചറപ്പിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ഹലാലിനെയും ഹറാമിനെയും അറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ, സർവോപരി ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമ ഷഹാദത്ത് ചൊല്ലി വിട പറയാൻ അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അല്ലാഹു പൂർത്തീകരിച്ചുമാറാകട്ടെ. പലരും ആശുപത്രികളിൽ നിന്നും വീടകങ്ങളിൽ നിന്നും ദുആക്ക് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഹിജ്റ 5-ാം വർഷം സൈനബ റളിയല്ലാഹു അൻഹയുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിവാഹം നടക്കുകയാണ്. ആ വിവാഹത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു സദ്യ ഏർപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈനബ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തോടനുബന്ധിച്ചുകൊണ്ട്. അങ്ങനെ വിഭവസമൃദ്ധമായ ഊണ് ഈ സദ്യക്കുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. വിവാഹ സദ്യ വളരെ അത്ഭുതം തോന്നുന്ന ചരിത്രമാണ് ഈ പറയുന്നത്. സദ്യ കഴിഞ്ഞു, ആളൊഴിഞ്ഞു, ആരൊക്കെ കഴിഞ്ഞിട്ടും 2-3 ആളുകൾ വീട്ടിൽ നിന്ന് പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്വസ്ഥത തോന്നുകയാണ്. എല്ലാം ഒഴിഞ്ഞിട്ട് സ്വകാര്യതയിലേക്ക് ഒരുപക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചിരിക്കാം. ആ നിമിഷത്തിൽ ഈ 3 ആളുകൾ പോകാത്ത അസ്വസ്ഥത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലുണ്ട്. പക്ഷെ അവരോട് പറയാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു വിഷമം അനുഭവപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അല്പം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീട്ടിലേക്ക് വന്നു. പക്ഷെ എന്നിട്ടും ഈ 3 ആളുകൾ പോയിട്ടില്ല. ഇത് വലിയൊരു വിഷമാവസ്ഥയിലേക്ക് പോയി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുള്ള അസ്വസ്ഥത മാത്രം അല്ലാഹു വളരെ ഗൗരവത്തിൽ പരിഗണിച്ചു എന്ന് വേണം ചരിത്രത്തിൽ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചിന്തിച്ചിരുന്നു, അവരോട് പറഞ്ഞാലോ. പക്ഷേ എങ്ങനെ പറയും എന്നുള്ള ഒരു ലജ്ജ, സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു നാണം. അവരോട് എങ്ങനെ പറയും ഈ 3 ആളുകളോട് നിങ്ങൾ ഇവിടുന്ന് പോകണം? ഇത് ചിന്തിക്കുന്ന സമയത്താണ് വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നത്. അത് അദബിന്റെ പാഠമാണ്. അത് നമുക്കുള്ള പാഠവും കൂടിയാണ്. ഒരു മനുഷ്യൻ നമ്മുടെ ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകുകയും എന്താവശ്യത്തിനാണോ ക്ഷണിച്ചത് ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിൽ, അസ്വസ്ഥത ഉണ്ടാക്കാത്ത രൂപത്തിൽ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യണമെന്ന നിർദ്ദേശം സൂറത്തുൽ അഹ്സാബിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു പറയുക, വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ വഇദാ തഹിംതും ഫന്തശിറൂ വലാ മുസ്തഅനിസീന ലിഹദീസ് ഇന്ന ദാലികും കാന യുദിൻ നബി ഫയസ്തഹീ മിൻകും വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്. അല്ലാഹു പറയുക, വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ. നിങ്ങൾ ഒരാളെ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ക്ഷണം സ്വീകരിക്കണം.
പ്രവേശിച്ചു കൊള്ളൂ. ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനാണ് നിങ്ങളെ ക്ഷണിച്ചതെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകണം. ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കരുത്. വർത്താനം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സമയം കളയരുത്, ഉരുണ്ട് കളിക്കരുത്, വീട്ടുകാർക്ക് അസ്വസ്ഥതയുണ്ടാക്കരുത്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് പറയാൻ അല്പം ലജ്ജയുണ്ട്, പക്ഷെ അല്ലാഹുക്ക് ലജ്ജയില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങളോട് പറയാൻ ഇത് അല്പം ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അല്ലാഹു ഈ കാര്യം പറയുന്നതിൽ ഒരു ലജ്ജയില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുള്ള ഒരാഗ്രഹത്തെ അല്ലാഹു കാണുകയാണ്, ഒരു ചിന്തയെ അല്ലാഹു മനസ്സിലാക്കുകയാണ്. ഹിജ്റ 5-ാം വർഷം നടന്ന ഈ സംഭവത്തിലൂടെ ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. റബീഉൽ അവ്വൽ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എപ്പോഴെങ്കിലും ആഘോഷിക്കണം, ഏതെങ്കിലും ഒരു കൊല്ലം കാണിച്ചിട്ട് അതിന്റെ മാതൃക കാണിക്കണം എന്ന് മനസ്സിൽ ആ പ്രവാചകന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഈ വിഷയം ലോകത്തോട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നവർക്ക് പറയാനുള്ളത് എന്താ? ഞങ്ങൾക്ക് ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ഇതാണ് പറയുന്ന മറുപടി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം. എത്രത്തോളം ഇഷ്ടപ്പെടണം? ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പൂർത്തിയാകൂ എന്ന് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുക. അല്ലാഹു ഖുർആനിൽ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികള് അല്ലാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാണ്. ആ അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ റൂട്ട് എങ്ങനെയാണ്? അതിന്റെ അടിത്തറ എങ്ങനെയാണ്? അത് പ്രവാചകന്റെ പ്രവർത്തനങ്ങളോടുള്ള ഇഷ്ടമാണ് അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന് പൂർത്തീകരണമാകുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുക. فاتبعوني يحببكم الله ويغفر لكم ذنوبكم. സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു പറയുക, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണോ എങ്കിൽ എന്നെ പിന്തുടരണം. ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്തോ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണം. നിങ്ങൾ ഇഷ്ടപ്പെടും. അത് മാത്രമല്ല നടക്കുക, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തങ്ങളെ പുറത്തു തരും. അപ്പൊ അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പ്രവർത്തിച്ചു തന്നത്, കാണിച്ചു തന്നത്, മാതൃകയാക്കി തന്നത്, അംഗീകാരം നൽകിയത്, ഇത് പിന്തുടരുമ്പോഴാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക. നിങ്ങളുടെ ഒരാളുടെ ഈമാൻ പൂർത്തിയാകുകയില്ല ഞാൻ ഇഷ്ടപ്പെടാത്ത കാലത്തോളം, എന്നെ ഇഷ്ടപ്പെടാത്ത കാലത്തോളം. മിംവാലിദിഹി വവലദിഹി, അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ സന്താനങ്ങളെക്കാളും, വന്നാസി അജ്മഈൻ, ഈ ലോകത്തെ മുഴുവൻ ആളുകളെക്കാളും നിങ്ങളുടെ സ്നേഹം എന്നോടാകാത്തിടത്തോളം നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവർ, അപ്പോ നമ്മൾ പിന്നെ ആലോചിക്കയില്ല, എന്നാലും റബീഉൽ അവ്വൽ ഒരു പ്രത്യേകതയില്ലേ? വിശുദ്ധ ഖുർആൻ മാസങ്ങളുടെ പേര് പറയുമ്പോ ഒരായത്ത് പറയുന്നുണ്ട് സൂറത്ത് തൗബയിൽ, ഇന്ന ഇദ്ദത ശുഹൂരി
ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറൂം. അല്ലാഹുവിന്റെ കണക്കിലെ മാസങ്ങളുടെ എണ്ണം 12 മാസമാണ്. അതിൽ 4 മാസങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുറൂം, പവിത്ര മാസം 4. ആ 4 നമുക്ക് ആർക്കും മുസ്ലിം ഉമ്മത്തിന് അഭിപ്രായ വ്യത്യാസമില്ല. അത് മുഹറമാണ്, റജബാണ്, ദുൽഖഅദാണ്, ദുൽഹിജ്ജയാണ്. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കുകളാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളുടെ കൂട്ടത്തിൽ റബീഉൽ അവ്വൽ ഉണ്ടോ നോക്കുക. മുഹറം മാസത്തെ പറ്റിയും ആ മാസത്തിൽ എടുക്കേണ്ട നോമ്പിനെ പറ്റിയും പറയുമ്പോ ശഹ്റുല്ലാഹിൽ മുഹറം, ആ മുഹറം ഏതാ? ഇപ്പുറം പറഞ്ഞ 4. ഇനി ദുൽഹിജ്ജ മാസം അതേതാ? അത് ഖുർആനിൽ പറഞ്ഞ 4 മാസം, പ്രധാനപ്പെട്ട 4 മാസം. ആ ദുൽഹിജ്ജ മാസത്തിലാണ് അറഫ നോമ്പുള്ളത്. ഇനി റമദാൻ മാസം, ആ റമദാൻ മാസത്തിന്റെ 30 ദിവസവും വിശുദ്ധ ഖുർആൻ റമദാൻ മാസം എന്ന് പ്രത്യേകം ഉദ്ധരിച്ച മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായ കാര്യം, റബീഉൽ അവ്വൽ എന്ന മാസത്തെ പറ്റി വിശുദ്ധ ഖുർആനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇങ്ങനെ ഒരു പുണ്യമുണ്ടായതായിട്ട് ലോകത്ത് കാണിച്ചു തന്നിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല. പിന്നെയും പറഞ്ഞത് എവിടെയാണെന്നറിയോ? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദാ യൗമുൻ വുലിദു ഫീഹി വയൗമുൻ ബുഇസ്തു ഫീഹി. എന്നെ പ്രവാചകനാക്കിയത്, ഞാൻ ജനിച്ച ദിവസം അത് തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ പറ്റി നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ലോകത്തെ ഒരു കിതാബും ഐക്യകണ്ഠേന റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞിട്ടേയില്ല. റമദാൻ മാസമാണെന്നും പറഞ്ഞ കിതാബുണ്ട്, അത്ര പോലും ഉണ്ട്. അഭിപ്രായ വ്യത്യാസമാണ്. 1 മുതൽ അങ്ങോളം നീളുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമല്ലാത്ത വഫാത്തിനെ കുറിച്ച്, മരണത്തെ കുറിച്ച് ലോകത്തെ ഒരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ റബീഉൽ അവ്വൽ 12 എന്നതിനെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പണ്ടൊക്കെ ജുമാഅത്ത് പള്ളിയിൽ എല്ലാ ഖതീബുമാരും പ്രസംഗിക്കുന്ന ഖുതുബ ഓതുന്ന ഒരു കിതാബ് കൈവശമുണ്ട്, ഉപ്പയുടെ കിതാബാണ്. ആ കിതാബിലെ 4 ആഴ്ച വെള്ളിയാഴ്ച പാരായണം ചെയ്യേണ്ട ഖുതുബയുണ്ട്. അതെടുത്ത് നോക്കിയപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ കുറിച്ചല്ല, ആ മരണത്തെ കുറിച്ചും മരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും മുസ്ലിം ഉമ്മത്തിന്റെ മരണം സംഭവിക്കുന്നതിന്റെ ഭയാനകതയെ കുറിച്ചും നന്നായി ജീവിക്കുന്നതിന്റെ കുറിച്ചുമുള്ള പാഠങ്ങളാണ് ഈ 4 വെള്ളിയാഴ്ച ഖുതുബകളും ഈ ഖുതുബയുടെ ഒരു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. 2 കാര്യങ്ങളെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണ്. കിതാബല്ലാഹി വസുന്നത റസൂലി, അല്ലാഹുവിന്റെ ഖുർആൻ വസുന്നത റസൂലി, പ്രവാചകന്റെ സുന്നത്തും, ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. അത് മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവുകയില്ല. അപ്പോഴും നമുക്ക് സംശയമാണ്, എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനല്ലേ? തിങ്കളാഴ്ച നോമ്പിനെ പറ്റി പറഞ്ഞു, അത് തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കുന്നതാണ്, അല്ലാതെ വേറൊരു ഭക്ഷണ പരിപാടിയല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എങ്ങനെ ആദരവ് പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് ഇത്തിബാഅ, ഫോളോ ചെയ്യല, പിന്തുടരല. അതേസമയം പ്രകീർത്തിക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അത് റബീഉൽ അവ്വൽ മാത്രം പ്രകീർത്തിക്കേണ്ടതാണോ? തൊലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വിദായി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ മദീനയിലെ അൻസാറുകൾ പാടിയ പാട്ട, അതാ ബദർ വരുന്നു. ആരാ ബദർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ആ സഹാബിയായ മനുഷ്യൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പാടുകയുണ്ടായി. വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ
خلقت مبرأ من كل غيب كأنك قد خلقت كما تشاء وأحسن منك لم تر قط عيني. ഇതുപോലത്തെ ഒരു വ്യക്തിത്വത്തെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിടത്തും കണ്ടില്ല. ലോകത്തെ ഒരു സ്ത്രീയും ഇത്രയ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും വിമുക്തമായിട്ടാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന ആള് തീരുമാനിച്ച പോലെയുണ്ട് അതെങ്ങനെ രൂപം വേണം എന്ന് അള്ളാഹു അതിനെ കണക്കാക്കിയ എന്തൊരു സൗന്ദര്യമാണ് പ്രവാചകന് അള്ളാഹു നൽകിയത് എന്ന് പ്രകീർത്തിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ എവിടെയാണ് തെറ്റ്? റബീഉൽ അവ്വൽ മാസമായി മാത്രം പരിമിതപ്പെടുത്തുക. ഇത്തരം വരികളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുക, ശിർക്കിന്റെ വരികൾ ഉണ്ടാകുക. നബിയേ, എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കേണ്ട വരികള് അത് പ്രവാചകനോട് ചോദിക്കുമ്പോൾ കൃത്യമായി ശിർക്കാവുകയാണ്. പ്രിയപ്പെട്ടവർ, എത്ര നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലും എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ സൂറത്തുൽ കഹ്ഫ് ഓതുന്ന മാതിരി ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا قل هل ننبئكم بالأخسرين أعمالا. നഷ്ടമാകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? الذين ضل سعيهم في الحياة الدنيا, അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പാഴായി പോയിരിക്കുന്നു. وهم يحسبون أنهم يحسنون صنعا, അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളാണ് എന്നാണ് അവരുടെ ചിന്ത. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ജീവിതം, അതും കഴിഞ്ഞ് സഹാബയുടെ ജീവിതം, ഏകദേശം 100 വയസ്സ് വരെ ജീവിച്ച സഹാബി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ജീവിതം നമ്മൾ ആലോചിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനാ, 2 വർഷം ഖലീഫയായിട്ടില്ലേ? ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 10 വർഷം ഖലീഫയായിട്ടില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബിയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച സഹാബി, 13 വർഷം ഖലീഫയായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബിയുടെ സ്വന്തം മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച മഹാൻ അലി റളിയല്ലാഹു അൻഹു. ആ ഖലീഫയും 5 വർഷം ഉണ്ടായിരുന്നു. 30 വർഷത്തെ ഖിലാഫത്ത് ജീവിതത്തിൽ 1 വർഷം പോലും റബീഉൽ അവ്വൽ എവിടെയും പ്രത്യേകത ഉണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇനി പോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രാമത്തെ വർഷം മരണപ്പെടുന്നത്, വഫാത്താകുന്നത്? അത് ഹിജ്റ 13ാമത്തെ വർഷം. അതിനുശേഷം നമ്മുടെ ഉമ്മമാര് ജീവിച്ചിട്ടില്ലേ? ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാതെ ബാക്കിയുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ 62 മരണപ്പെട്ടത്. ഹിജ്റ 62. നോക്കണേ, 13 നബി വഫാത്തായി. മരിക്കുന്നത് നബിയുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ജുബൈരിയ റളിയല്ലാഹു അൻഹ 56, ഐഷ റളിയല്ലാഹു അൻഹ ഹിജ്റ 54, സഫിയ റളിയല്ലാഹു അൻഹ ഹിജ്റ 50, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഹിജ്റ 44, ഹഫ്സ റളിയല്ലാഹു അൻഹ ഹിജ്റ 41. ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഏകദേശം 50 വർഷത്തോളം ജീവിച്ച ഉമ്മഹാത്തുൽ മുഅ്മിനീനായിരുന്നു. അവരാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരിക്കൽ പോലും ഇത് ഇസ്ലാമിക ആചാരമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്തിനേറെ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ സഹാബത്തിനെ കണ്ടവർ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും ഹിജ്റ 3 നൂറ്റാണ്ടുകൾ. ഉത്തമ നൂറ്റാണ്ട് എൻ്റെ ഒപ്പം ജീവിച്ച ആളുകള്, പിന്നെ അതിന് ശേഷമുള്ള ആളുകള്, പിന്നെ അതിന് ശേഷമുള്ള ആളുകള്, പിന്നെ അതിന് ശേഷമുള്ള ആളുകൾ. 300 വർഷം ഈ ഒരു സംഭവം മുസ്ലിം ലോകത്ത് കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇനി 4 മദ്ഹബുകൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ. ആദ്യമായി വന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി, മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരാരും ഈ ഒരു പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ പറയാത്തത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് പുത്തനാചാരമാണ്, അത് തള്ളിക്കളയേണ്ടതാണെന്ന് ഈ ഉമ്മത്തിനോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് വളരെ ഗൗരവത്തോടെ പരിഗണിക്കണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പറയുകയുണ്ടായി, ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കി എന്നിട്ട് യറാഹ ഹസന, അവൻ പറയുന്നത് നല്ലതല്ലേ. ഒരു ആചാരം ഉണ്ടാക്കി എന്നിട്ട് പറയുന്നു, ഉമ്മത്തിനോട് പറഞ്ഞു ഇത് നല്ലതല്ലേ, എന്താ എല്ലാരും ഒന്ന് ഒന്നിച്ചിരിക്കുക, എല്ലാരും ഒന്ന് അപ്പുറം ഇപ്പുറം കണ്ടു, ഒരു ഭക്ഷണം ഉണ്ടാക്കുക, ഒന്നും ഒരൂത് കഴിക്കും, ഇതൊക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉണ്ടാക്കി. എന്നിട്ട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിങ്ങൾ നബിയെ വഞ്ചിച്ചതായിട്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു, നിങ്ങൾ അങ്ങനെ ഒരു ആചാരം ഉണ്ടാക്കി ചെയ്തു എന്ന് വിചാരിച്ചോ? എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നബി തങ്ങൾ നമ്മളെ വഞ്ചിച്ചിരിക്കുന്നു. എന്തിനെ വഞ്ചിച്ചെന്നറിയോ? ഈ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട്. നബി കൊണ്ടുവന്ന റിസാലത്ത് നബിക്ക് അറിയാത്ത എന്തോ ഒന്ന് നമ്മളെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നത് നബിയെ കളവാക്കുന്നതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ കൊണ്ടാ തെളിവ്, ഖുർആനാ തെളിവ്. വബിദാലിക ഫല്യഫ്റഹൂ വ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് യൂനുസിലുണ്ടത്രേ, നിങ്ങൾ സന്തോഷിച്ചോ, അത് നല്ലതാ. അതിന്റെ അപ്പുറം ഇപ്പുറം ഒന്നില്ല. അതിന്റെ തൊട്ട് മുകളുടെ ഭാഗം നമ്മൾ നോക്കുക, യൂനുസ് സൂറത്ത് 50 ആയത്ത് നമ്പർ 57 നിങ്ങൾ നോക്കണം. ഇതൊക്കെ റെക്കോർഡിംഗാ, നിങ്ങൾ നോക്കണം, പോയിട്ട് പഠിക്കണം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി ഫബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ. യാ അയ്യുഹന്നാസ്, ആളുകളെ, ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് വഅദ് വന്നിട്ടുണ്ട്, ഉപദേശം നൽകിയിട്ടുണ്ട്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ശമനവും നൽകിയിട്ടുണ്ട്. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഇത് ഹുദയാണ്, റഹ്മത്താണ്. അത് ഏതാണ് നമുക്ക് ശിഫായായിട്ട് വന്നത്, ശിഫയായിട്ട് വന്നത്? ഏതാണ് നമുക്ക് ഹുദയായിട്ട് വന്നത്? ഏതാണ് നമുക്ക് റഹ്മത്തായി വന്നിട്ടുള്ളത്? അത് ഖുർആൻ സൂറത്ത് ഇസ്രായിൽ തന്നെ പറയാ, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ എന്താണ്? മാ ഹുവ ശിഫാ, അത് ശിഫയാണ്, റഹ്മത്താണ്. ഇങ്ങനെയാണ് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചത്. എല്ലാ ഖുർആൻ എഴുതിയവരും പൂർവികരായ മുഫസ്സിറുകൾ, ഖുർആന്റെ അർത്ഥം പറഞ്ഞവർ, റബീഉൽ അവ്വലിന്റെ പുണ്യമാണ് ഇതൊന്ന് ആരും വന്ന് ചൂണ്ടിക്കാണിച്ചില്ല. അങ്ങനെ കാണിച്ചിരുന്നുവെങ്കിൽ നമുക്കതിൽ മുന്നേറാം, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം നമുക്കും വേണ്ടത് ആ സ്വർഗം. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ പറയും, അല്ലോ സൂറത്തുൽ മാഇദയിൽ, അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്ന വയുബാഇദുകും മിനൻ നാരി ഇല്ലാ ഖദ് അമർതുകും ബിഹി. സ്വർഗ്ഗത്തിലേക്ക് അടുക്കേണ്ടതും നരകത്തിൽ നിന്ന് അകലേണ്ടതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാതെ ഒന്നും വിട്ടേച്ചു പോയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ കൽപ്പനകൾ പിന്തുടരാൻ തന്നെ ഒരുപാട് നന്മകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആളുകളോട് ചിരിക്കുന്നത് പോലും, അയൽവാസിയുടെ പട്ടിണി അറിയുന്നതിൽ പോലും, ഒരു ചാരിറ്റി ചെയ്യുന്നതിൽ പോലും. ഈ അടുത്ത ദിവസം വളരെ വേദനാജനകമായ ഒരു ചരിത്രം വായിക്കുക. കടബാധ്യതയായിട്ട് സ്വന്തം കിഡ്നി വിൽക്കേണ്ടി വന്ന ഒരു മുസ്ലിം സഹോദരന്റെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയുടെ പട്ടിണി അറിയാൻ, വേദന അറിയാൻ, അവരെ ചെന്നൊന്ന് ആശ്വസിപ്പിക്കാൻ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അവിടെയൊക്കെയാണ് നബി പഠിപ്പിച്ചതെന്ന് അറിയാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന്റെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.